നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് നിങ്ങളുടെ ഈ ആഴ്ച എന്ന വിഷയമാണ്. വാരഫലമാണ് നാം ചർച്ച ചെയ്യുന്നത്. ഇവിടെ വാരഫലത്തിൽ നാം ചർച്ച ചെയ്യുന്നത് 1201 തുലാമാസം 1-ാം തീയതി ശനിയാഴ്ച, അതായത് 2025 ഒക്ടോബർ മാസം 18-ാം തീയതി മുതലുള്ള ഒരു വാരക്കാലത്തെ ഫലമാണ്. ഈ വാരത്തിൻ്റെ പ്രത്യേകതകൾ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ മനസ്സിലാക്കണം. ഈ വാരത്തിലാണ് പ്രധാനമായും 2 ഗ്രഹങ്ങളുടെ ചരവശാലുള്ള മാറ്റങ്ങൾ സംഭവിക്കുന്നത്. ഒന്ന് ആദിത്യനാണ്. പ്രഭാവകാരകനായ ആദിത്യൻ തുലാമാസം 1-ാം തീയതി നീചത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു. അപ്രകാരം മറ്റൊരു മഹത്കാര്യം സംഭവിക്കുന്നത് തുലാമാസം 1-ാം തീയതി വ്യാഴം കർക്കിടകത്തിലേക്ക് വരികയാണ്. വ്യാഴം തൻ്റെ ഉച്ചക്ഷേത്രമായ കർക്കിടകത്തിലേക്ക് വരികയാണ്. ഇപ്പോൾ വ്യാഴം നിൽക്കുന്നത് തൻ്റെ ശത്രുക്ഷേത്രമായ മിഥുനത്തിലാണ്. അതിനാൽ ഒരു ഗ്രഹത്തിന് നീചസ്ഥിതി, മറ്റൊരു ഗ്രഹത്തിന് ഉച്ചസ്ഥിതി, ഇങ്ങനെയൊക്കെയാണ് ജ്യോതിഷത്തിൽ ഉണ്ടാവുക. പക്ഷേ പലപ്പോഴും ദൈവാധീനം നാം ചിന്തിക്കുന്നത് വ്യാഴത്തെ കൊണ്ടാണ്. ഒരു ജ്യോതിഷ കവിടി നിരത്തുമ്പോൾ വ്യാഴത്തിൻ്റെ ഇഷ്ടസ്ഥിതിക്കനുസരിച്ചാണ് അദ്ദേഹത്തിൻ്റെ ദൈവാധീനമൊക്കെ നാം ചിന്തിക്കുന്നത്. സർവ്വ ഈശ്വരാണം സാന്നിധ്യം, എല്ലാ ഗ്രഹങ്ങളുടെയും സാന്നിധ്യമുള്ള ഗ്രഹമാകുന്നു വ്യാഴം. വ്യാഴം ഇഷ്ടസ്ഥനാണെങ്കിൽ എല്ലാ ഗ്രഹങ്ങളും ഇഷ്ടസ്ഥനാണെന്ന് നാം പറയും. ഏതായാലും ഈ ഒരു വാരത്തെ ശുഭാശുഭ ഫലങ്ങൾ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ശ്രദ്ധിക്കുക. നാം ചർച്ച ചെയ്യുന്നത് മേടം മുതൽ മീനം വരെയുള്ള 12 രാശിക്കാരുടെയും ഈ ഒരു വാരത്തെ ശുഭാശുഭ ഫലങ്ങളാണ്. മൂലം ഉത്രാടം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 15 നാഴിക വരുന്ന 2 നക്ഷത്ര സമൂഹം. ഇവിടെ ധനുരാശിക്കാർക്ക് 3-ൽ രാഹു, 4-ൽ ശനി, അഷ്ടമത്തിൽ വ്യാഴം, 9-ൽ ചന്ദ്രൻ കേതു, 10-ാം ഭാവത്തിൽ ശുക്രൻ, 11-ാം ഭാവത്തിൽ സൂര്യൻ, ചൊവ്വ, ബുധൻ. ധനുരാശിക്കാർക്ക് മാത്രം പറഞ്ഞൊരു ഫലമുണ്ട്. പിതൃധനി, അച്ഛൻ്റെ ധനം ലഭിക്കുക, അച്ഛൻ്റെ സുഖ സൗഭാഗ്യങ്ങൾ അനുഭവിക്കുന്ന ഫലം. ഇവിടെ ധനുരാശിക്കാർക്ക് ശ്രദ്ധിക്കണം. 9-ാം ഭാവത്തിൽ ചന്ദ്രൻ കേതുവോടുകൂടെ വളരെ ദുർബലമായി നിൽക്കുന്നു. 9-ാം ഭാവം പിതൃഭാവമാണ്. 9-ാം ഭാവാധിപനെ സൂര്യൻ നീചസ്ഥനാണ്. അതിനാൽ പിതാവിൻ്റെ ആരോഗ്യ വിഷയം ഏറ്റവും ശ്രദ്ധിക്കുന്ന വാരമാണ്. പിതാവിൻ്റെ പേരിൽ നിർബന്ധമായും മൃത്യുഞ്ജയ ഹോമമോ മൃത്യുഞ്ജയ പുഷ്പാഞ്ജലിയോ ചെയ്യുക. ഇവിടെ ധാരാളം തടസ്സങ്ങൾ ധനുരാശിക്കാർക്ക് വരുന്ന വാരമാണ്. രാശ്യധിപനായ വ്യാഴം അഷ്ടമത്തിൽ നിൽക്കുന്നു. അഷ്ടമത്തിൽ വ്യാഴം ലഗ്നാധിപനായി രാശി നിന്നാൽ ദീർഘായുസാണ്. പക്ഷേ തനിക്ക് വളരെയധികം ക്ലേശങ്ങൾ വരും. വീട് വിട്ട് മാറിപ്പോകണമെന്ന അവസ്ഥ വരും. അതിന് തുനിയരുത്. ഡിസംബർ 7 വരെ സമയം വളരെ ദോഷമാണ്. വളരെയധികം വാശികൾ വന്ന് വീട് മാറി മറ്റൊരു വീട് നോക്കുക. ആ സമയത്ത് തൻ്റെ ചിലവുകൾ ഇരട്ടിയാവും. പ്രത്യേകിച്ച് 4-ാം ഭാവത്തിൽ ശനിയാണ്. പിതുശ്ചാപി മാതുച്ച സന്താപകാരി. താൻ വീട് വിട്ടിറങ്ങുമ്പോൾ അച്ഛനും അമ്മയ്ക്കും ദുഃഖം വരും, അവരുടെ ശാപങ്ങളുണ്ടാകും. ഒരു തരത്തിലുള്ള തർക്കങ്ങൾക്കും പ്രകോപിതനാകാൻ പാടില്ല, പ്രവോക്ക് ചെയ്യപ്പെടരുത്. പലപ്പോഴും ഭാര്യയുടെ ഉപദേശങ്ങൾ വരുമ്പോൾ ഭർത്താവ് നിശബ്ദനാവും, സ്വസ്ഥത നശിക്കും, ഫാമിലി ലൈഫ് തകരാറിലാവും, കൂട്ടുകുടുംബത്തിന് അസ്ഥിഭാരം ഇളകിപ്പോകുന്നൊരവസ്ഥ സംജാതമാകുന്ന വാരമാണിത്. ഒരു തരത്തിലും പ്രകോപിതരാകരുത് ധനുരാശി. ചിരന്നോവസ്ഥയിൽ പൈതൃകം ചെയ്യുക ഗേഹ്യ. തൻ്റെ വീട്ടിൽ നിന്ന് മാറിപ്പോകാൻ ആഗ്രഹിക്കും. ചിരസ്ഥായിനോ തദ്ഗ്രഹം തസ്യ ദേഹ. തൻ്റെ ശരീരത്തിനും ശാരീരികമായ ആവശ്യകതകൾ വളരെയധികം ഉണ്ട്. മനസ്സിന് വിഭ്രാന്തിയാണ് പ്രധാനമായും ഉണ്ടാകും. പല തീരുമാനങ്ങൾക്കും കൺഫ്യൂഷനാകുമ്പോൾ നിർബന്ധമായും അടുത്ത സുഹൃത്തിനെ കാണും, അല്ലെങ്കിൽ നല്ലൊരു കൗൺസിലറെ കാണണം, നല്ലൊരു ഹീലറെ കണ്ട് തൻ്റെ മാനസിക പ്രയാസങ്ങൾ അധികമായി ഷെയർ ചെയ്ത് ഹീൽ ചെയ്യണം. ചിരന്നോ ഭവേത്തസ്യ നീരോഗമംഗം ഗുരുർ മൃത്യുഗോയസ്യ വൈകുണ്ഠഗന്ധ. അഷ്ടമത്തിൽ വ്യാഴം വരുമ്പോൾ സ്വർഗത്തിലേക്ക് പോകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ചില മഹാഭാഗ്യവാന്മാർക്ക്, ധനുരാശിക്കാർക്ക്, പ്രായമായവർക്ക് സ്വർഗത്തിലേക്ക് പോകാൻ, കിടന്ന് നരകിക്കാതെ മരിക്കുവാനൊക്കെ ഈ ഒരു വാരം വളരെ നല്ലതാണ്. ദൈവം അവരോട് കാട്ടുന്ന ഏറ്റവും വലിയ പുണ്യമായിരിക്കും, കാരുണ്യമായിരിക്കും അതെന്ന് ഞാൻ പറയും. പലപ്പോഴും നാം പറയാറുണ്ട്, അനായാസേന മരണം വിനാ ദയനീയന ജീവിതം. എനിക്ക് അനായാസമായി മരിക്കാൻ പറ്റട്ടെ. വിനാ ദയനീയന ജീവിതം. ആരുടെ മുന്നിലും കൈ നീട്ടാൻ പറ്റാതിരിക്കട്ടെ. ദേഹിമേ ക്രമീയ ശംഭോ ത്വദ്ഭക്തിര അചഞ്ചല. അല്ലയോ ശംഭോ, നിന്നിലുള്ള അചഞ്ചലമായ ഭക്തിയും എന്നിലുണ്ടാകട്ടെ. ആ ഒരു വാരമാകട്ടെ ഈ ഒരു വാരം. ആരുടെ മുന്നിലും തലകുനിക്കാതെ കാര്യങ്ങൾ നീങ്ങട്ടെ. ഇവിടെ 10-ാം ഭാവത്തിൽ ശുക്രൻ വരുമ്പോൾ ഒരു കാരണമില്ലാതെ അനാവശ്യമായ ഭ്രമം കാരണം ധാരാളം കാശ് നഷ്ടപ്പെടും. പൊങ്ങച്ചം കാണിക്കാൻ പാടില്ല ധനുരാശിക്കാർ ഈ ഒരു വാരം. കാരണം എന്താണ്?
10-ാം ഭാവത്തിൽ ശുക്രനാണ്. ഗുരു കർമ്മകെ ഗോത്രവീര്യം രുണദ്ധി, തൻ്റെ ഗോത്രത്തിൻ്റെ വീര്യം തകർക്കപ്പെടും. പ്രത്യേകിച്ച് അനാവശ്യമായ വിവാദങ്ങൾ ധർമ്മദൈവ സംഗീതത്തിൽ ഉണ്ടാകുന്ന വാരമാണ്. നിർബന്ധമായും ഞാൻ പറയുക, ഈ ഒരു വാരം എന്തെങ്കിലും അവസരം കിട്ടിയാൽ ധർമ്മദൈവ സംഗീതത്തിൽ വിളക്കിലേക്ക് എണ്ണ തിരി, അവിടെ എന്താണ് ഉത്സവം, അതിനൊക്കെ മുന്നിട്ടിറങ്ങണം. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, താൻ യാതൊരു പ്രതിഫലേച്ഛയും കൂടാതെ തൻ്റെ ധർമ്മദൈവ സംഗീതത്തിൽ പോവുക, അതിനൊരു ഭാഗഭാക്കാവുക. അഷ്ടമത്തിൽ ശുഭഗ്രഹം വന്നാൽ അതാണ് ഒരു ഗുണം. മഠാദ്യാലയ സമ്പത്തിമവി കുര്യാത് ശുഭോത്രക, അനാഥാലയം, മന്ദിരം, ക്ഷേത്രം ഇതിൻ്റെ അധ്യക്ഷ പദവികൾ കയറാനൊക്കെ ഈ വാരം വളരെ നല്ലതാണ്. അതിന് ഉത്സാഹിക്കണം. ക്ഷമാർത്ഥം ഭമക്കുന്ന ആത്മീയവ, തൻ്റെ ഒരു ഭ്രമം കാരണം തനിക്ക് അനാവശ്യമായി ധനനാശം ഉണ്ടാകും. അതാണ് ഞാൻ പറഞ്ഞത്, ധർമ്മദൈവ സംഗീതത്തിൽ പലരും പല രീതിയിലൊക്കെ ആയിരിക്കും ചെറിയ രീതിയിലൊക്കെ ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ തനിക്ക് ധനമുണ്ടെന്ന അഹങ്കാരത്താൽ അവിടെ അനാവശ്യമായ പൊങ്ങച്ചങ്ങൾ കാട്ടാൻ മനസ്സ് പ്രേരിപ്പിക്കും. പക്ഷേ വഴങ്ങരുത് എന്ന് മാത്രം. അതേ രീതിയിൽ കുടുംബജീവിതത്തെ അസ്വസ്ഥമാക്കുന്ന ചില വിവാദങ്ങളും ചില പരാമർശങ്ങളും ഭാര്യയുടെ ഭാഗത്തു നിന്നും വരും. താൻ നിയന്ത്രിക്കണം. കൃഷ്ണക്ഷേത്രത്തിൽ ദർശനം നടത്തിയാൽ വളരെ നന്നാവും. നന്ദി, നമസ്തേ.